ഹായ് ഡിയർ ആസ്പിരൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്തെ ചോദ്യങ്ങളാണ് നമ്മളിന്ന് നോക്കുന്നത്. തുടങ്ങാം. ഹൈക്കോടതികളുടെ റിട്ട് അധികാരം. ഏത് ആർട്ടിക്കിളിലാണ് ഹൈക്കോടതിയുടെ റിട്ട് അധികാരം പറയുന്നത്? ആർട്ടിക്കിൾ 226 ആണ്. അതേസമയം സുപ്രീം കോടതിയുടെ റിട്ട് അധികാരത്തിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 32 ആണ്. 5 തരം റിട്ടാണുള്ളത്. അത് പുറപ്പെടുവിക്കാൻ അവകാശമുള്ളത് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമാണ്. മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോഴാണ് റിട്ട് പുറപ്പെടുവിക്കുന്നത്. അടുത്തത് മൗലിക കടമകൾ ഭരണഘടനയിൽ ചേർക്കപ്പെട്ട ഭേദഗതി. മൗലിക കടമകൾ ചേർത്തിട്ടുള്ള ഭേദഗതി 42ാമത്തെ ഭേദഗതിയാണ്. അത് 1976 42ാമത്തെ ഭേദഗതി വന്നിട്ടുള്ളത്. ഞാൻ ഈ 42 44 കൊല്ലം ഞാൻ ഇടക്കിടക്ക് മറക്കാറുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ച് വെച്ചിരിക്കുന്നത് 4 + 2 6 ആണ്. അപ്പോൾ 1976 6ലാണ് 42ാമത്തെ ഭേദഗതി വന്നിട്ടുള്ളത്. 44 പറയുമ്പോൾ 4 + 4 അത് 8. അപ്പോൾ 44ാമത്തെ ഭേദഗതി 1978 അങ്ങനെയാണ് ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ 44ാം ഭേദഗതിയിലാണ് സ്വത്തവകാശത്തിനെ റിമൂവ് ചെയ്തിട്ടുള്ളത്. 300A ആണ് സ്വത്തവകാശത്തിനെ കുറിച്ച് പറയുന്നത്. അടുത്തത് ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്തത്. അമേരിക്കയിൽ നിന്ന് കടമെടുത്തിട്ടുള്ള കാര്യങ്ങളാണ് ഭരണഘടനാ പുനരവലോകനം, അതായത് ജുഡീഷ്യൽ റിവ്യൂ ആണ്. അത് അമേരിക്കയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. പിന്നെ സ്പീക്കർ പദവിയും അധികാരങ്ങളും അത് ബ്രിട്ടനിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. പിന്നെ സ്വതന്ത്ര നീതിന്യായ സംവിധാനം അമേരിക്കയിൽ നിന്നാണ്. നിർദ്ദേശക തത്വങ്ങൾ എടുത്തിട്ടുള്ളത് അയർലൻഡിൽ നിന്നാണ്. അപ്പോൾ നിർദ്ദേശക തത്വങ്ങൾ അറിയാവുന്നുണ്ടെങ്കിൽ മാത്രം ക്യാൻസൽ ചെയ്യാം. അമേരിക്കയിൽ നിന്ന് കടമെടുത്തതാണ്. നിർദ്ദേശക തത്വം എടുത്തത് അയർലൻഡിൽ നിന്നാണ്. അപ്പോൾ 4 ക്യാൻസൽ ചെയ്യാം. അങ്ങനെ ഉത്തരത്തിലേക്ക് എത്താം. ബി ആണ് നമ്മുടെ ആൻസർ. 1975 ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി ആരായിരുന്നു? സി അച്യുതമേനോനാണ് 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. ആനുപാതിക പ്രാതിനിധ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആനുപാതിക പ്രാതിനിധ്യം എന്ന് പറഞ്ഞാൽ ജയിക്കാനായിട്ട് ഭൂരിപക്ഷം വോട്ട് വേണം. പിന്നെ വോട്ട് സ്ഥാനാർത്ഥിക്കല്ല, വോട്ട് പാർട്ടിക്കാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ സി, എയും ഡിയും ആണ് ആനുപാതിക പ്രാതിനിധ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൺകറൻറ്റ് ലിസ്റ്റിൽ പെടാത്തത്. തൊഴിൽ സംഘടന കൺകറൻ്റ് ആണ്. പൊതുജനാരോഗ്യം സ്റ്റേറ്റ് ആണ്, അപ്പോൾ അത് പെടില്ല. മൃഗസംരക്ഷണവും പെടില്ല. വനം വന്യജീവിയൊക്കെ കൺകറൻ്റ് ആണ്. മായം ചേർക്കലും കൺകറൻ്റ് ആണ്. അപ്പോൾ ആൻസർ 1 and 4. അല്ല, പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 2 and 3 എന്നുള്ള ഓപ്ഷനാണ് വരിക. പിന്നെ കൺകറൻറ്റ് ലിസ്റ്റിൽ വിദ്യാഭ്യാസം വരും, വനം വരും, വിവാഹമോചനം, പിന്നെ തൊഴിൽ സംഘടന, മായം ചേർക്കൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൺകറൻറ്റ് ലിസ്റ്റിൽ വരും. സ്റ്റേറ്റ് ലിസ്റ്റ് ആണെങ്കിൽ ജയിൽ, പൊതുജനാരോഗ്യം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകളിൽ പെടാത്തത് ഏതെന്ന് കണ്ടെത്തുക. നിർമ്മാണ കാലയളവ് 2 വർഷവും 11 മാസവും 17 ദിവസവും. അത് ശരിയാണ്. ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9. അതും ശരിയാണ്. 1949 ഡിസംബർ 6 ഇവർ, ഞാൻ എഴുതിയത് തെറ്റാണ്. 49 അല്ല, 46. അതായത് ആദ്യത്തെ സമ്മേളനം 46 ഡിസംബർ 9. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് 1946 ഡിസംബർ 6. ആദ്യ സമ്മേളനത്തിൽ 207 പേരാണ് പങ്കെടുത്തത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ജവഹർലാൽ നെഹ്റു. അത് തെറ്റാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ BR അംബേദ്കർ ആണ്. തെരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദാണ്. ആദ്യത്തെ അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹയും തെരഞ്ഞെടുക്കപ്പെട്ടത് രാജേന്ദ്ര പ്രസാദും. അപ്പോൾ ഇതിൽ സവിശേഷതയിൽ പെടാത്തത് സി. ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്വങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും, അതാണ് മൗലിക കടമകൾ എന്നാണ് അത് അറിയപ്പെടുന്നത്. മൗലിക അവകാശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട അവകാശങ്ങളെയാണ് പറയുന്നത്. പിന്നെ മാർഗനിർദ്ദേശക തത്വം ഒരു ക്ഷേമരാഷ്ട്രം നടത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ പറയുന്നത്.
അടുത്തത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ 17 മലയാളി അംഗങ്ങളുണ്ടായിരുന്നു. ഇതിൽ ആരാണ് തിരുവിതാംകൂർ പ്രവിശ്യയിൽ നിന്നുള്ള അംഗം? 17 പേര് ആണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന മലയാളികൾ. തിരുവിതാംകൂറിൽ നിന്ന് ആരാന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ഓപ്ഷനായിട്ടുള്ള KA മുഹമ്മദാണ് തിരുവിതാംകൂറിൽ നിന്നുള്ളത്. പനമ്പിള്ളി ഗോവിന്ദമേനോൻ കൊച്ചിന്നായിരുന്നു. കൊച്ചിയാണ് പനമ്പിള്ളി ഗോവിന്ദമേനോന്. പിന്നെ AK മേനോൻ എന്ന് പറയുന്നത് മദ്രാസ്, K മാധവമേനോൻ എന്ന് പറയുന്നതും മദ്രാസാണ്. പിന്നെ എന്താ പറയുക, വനിതകളിൽ ആനി മസ്ക്രീൻ തിരുവിതാംകൂറാണ്. അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും മദ്രാസ് എന്നാണ്. 3 മലയാളി വനിതകളാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാമൂഹ്യനീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി എന്നീ 3 തരം നീതികളും കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? റഷ്യൻ വിപ്ലവത്തിൽ നിന്നാണ് ഈ 3 നീതികളും ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്. റിപ്പബ്ലിക് എന്ന് പറയുന്ന വാക്കും പിന്നെ അതുപോലെ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങളും ഫ്രാൻസിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. നീതി, സാമൂഹ്യനീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി റഷ്യൻ വിപ്ലവത്തിൽ നിന്ന്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട 19 ഉൾപ്പെടാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. സംസാര സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും. സംസാര സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യവും പെടുന്നതാണ്. 19(1) A ആണ് സംസാര സ്വാതന്ത്ര്യം, ആവിഷ്കാരം. ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സമ്മേളിക്കുക, അതും 19(1) B. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്, അത് 14, ആർട്ടിക്കിൾ 14. ഇന്ത്യയിലെവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കുക, അതും 19 പെടുന്നതാണ്. സോഷ്യലിസം, മതേതരത്വം എന്നീ 2 പദങ്ങൾ 42ാം ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് കൂട്ടിച്ചേർത്തത്? ആമുഖത്തിലാണ് സോഷ്യലിസവും മതേതരത്വം കൂട്ടിച്ചേർത്ത്. 1976 42ാം ഭേദഗതി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നു. മൗലിക കടമകൾ ചേർത്തിട്ടുള്ളത് 42ാം ഭേദഗതി. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. രാജ്യസഭയുടെ കാലാവധി 6 വർഷമാണ്. തെറ്റാണ്. രാജ്യസഭ സ്ഥിരം സഭയാണ്, അതുകൊണ്ട് തന്നെ കാലാവധി ഇല്ല. രാജ്യസഭ പാർലമെൻറ്റിൻ്റെ അധോമണ്ഡലമാണ്, അല്ല ഉപരിമണ്ഡലമാണ്, അതും തെറ്റ്. രാജ്യസഭ അംഗമാവാനുള്ള കുറഞ്ഞ പ്രായം 25 വയസ്സാണ്. 25 അല്ല 30 വയസ്സാണ് രാജ്യസഭ അംഗമാവാനുള്ള പ്രായം. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യസഭാ അംഗങ്ങളുടെ പ്രാതിനിധ്യം തുല്യമല്ല. ജനസംഖ്യ കൂടിയ സംസ്ഥാനങ്ങളിൽ നിന്ന് കുറേ അംഗങ്ങളും കുറഞ്ഞ സംസ്ഥാനങ്ങളിൽ നിന്ന് കുറച്ച് അംഗങ്ങളെയാണ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഉത്തരം എല്ലാ പ്രസ്താവനകളും തെറ്റാണ്. സുതാര്യവും ഊർജ്ജസ്വലവുമായ സർക്കാർ പദ്ധതി ചുവപ്പ് നാടയില്ലാതെ എല്ലാവരിലേക്കും സുരക്ഷിതവും വേഗത്തിലുള്ളതുമായ വിവരങ്ങൾ എത്തിച്ചേരുന്നു. വിവേചനമില്ലാതെ എല്ലാ പൗരന്മാർക്കും ലഭ്യമാകുന്ന പദ്ധതി. ഗവേണൻസിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള ഇത് ആരാണ് പറഞ്ഞത്? APJ അബ്ദുൽ കലാമാണ്. അതായത് സുതാര്യവും ചുറുചുറുക്കും എന്നൊക്കെ പറഞ്ഞ ഗവേണൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് APJ അബ്ദുൽ കലാമാണ്. ഇനി ചേരുംപടി ചേർക്കുക. യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ് സെൻസസ് C. പിന്നെ സംസ്ഥാന ലിസ്റ്റിൽ ജയിലുകൾ വരുന്നുണ്ട്, ജയിൽ D. കൺകറൻറ്റ് ലിസ്റ്റിലാണ് വനം വരുന്നത്, കൺകറൻറ്റിൽ വനം വരും. പിന്നെ അവശിഷ്ട അധികാരത്തിൽ സൈബർ നിയമങ്ങൾ. അപ്പോൾ 1 C 2 D 3 A 4 B. അപ്പോൾ ഫസ്റ്റത്തെ ഓപ്ഷനാണ് റൈറ്റ്.